മുല്ലപ്പൂ ചൂടിയ മലയാളി മങ്കി. അതെ, ഇത് ചേരുന്നുണ്ട്, എല്ലാ വേഷവും ചേരുന്നുണ്ട്. മുല്ലപ്പൂ ചൂടിയ മലയാളി മങ്കി. 2 പ്രാവശ്യം മങ്കി. മകൻ പറഞ്ഞ മങ്കിയുടെ ഉണ്ട്. ഞാനും അല്ല. ഞാനാ സ്വയം ഇങ്ങനെ പറയാൻ ഒരു കഴിവ് വേണം. പാവം. ഓക്കെ, ഇതും ഏത് വേഷവും ചേരുന്നുണ്ട് കേട്ടോ. ഈ വേഷം നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. നല്ല കളർ, നല്ല രസമുണ്ട് കാണാൻ. ഇത് എവിടെന്നാ, സ്വന്തമാണോ? ആണോ? സ്വന്തം. ഓ ശരി, ആഹാ, കൊള്ളാലോ. അമ്മ പോയിട്ട് എങ്ങനെയുണ്ട് വീട്ടില്? നോർമലാന്ന്. അതെ, എന്തൊരു വിഷമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അമ്മ മിസ് ചെയ്യും. ഉണ്ട് അത് കള്ളം പറഞ്ഞു. ഇപ്പോഴല്ലേ ഭയങ്കര സന്തോഷം. കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കിട്ടിയില്ലേ? അച്ഛനായിരിക്കും സന്തോഷം. അച്ഛനാണ് സ്ട്രിക്റ്റ്. പക്ഷേ ഇവള് വന്ന സമയത്ത് ഓർമ്മയുണ്ടോ അമ്മ വരണ്ട, അച്ഛൻ നിന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? എന്താ നിനക്ക് ഇങ്ങനെ ഒരു മാറ്റം? അതിൽ ഞാൻ ഖേദിക്കും. എനിക്ക് അച്ഛനോട് അസൂയുണ്ട്. അപ്പ അല്ല, സ്ട്രിക്റ്റ് വെച്ച് നോക്കുവാണെങ്കിൽ അമ്മ സ്ട്രിക്റ്റ് അല്ല, അച്ഛനാണ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് അപ്പ. അപ്പയുടെ ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്ട്രിക്ട്നെസ് എന്താ? നേരത്തെ എണീപ്പിക്കണതാണോ? ഉറക്കത്തിന്ന് ഒന്നും ഇഷ്ടമല്ല. ഒരു എക്സാമ്പിൾ ഞങ്ങക്ക് മനസ്സിലാവാൻ രാവിലെ ഇപ്പൊ നമ്മള് രാത്രി ഞാൻ അറിയാതെ എണ്ണീക്കുന്നതാണെങ്കിലും അപ്പയ്ക്ക് നേരത്തെ ഉറങ്ങണം. അപ്പൊ രാവിലെ എണ്ണീക്കും 5 മണിക്ക് 4 മണിക്കൊക്കെ എണ്ണീക്കും രാവിലെ. അപ്പൊ അതിനുവേണ്ടി അപ്പ 9 ആകുമ്പോ 9:30 ആകുമ്പോ ഉറങ്ങും. എന്നെയും കൂടെ കയറ്റി അങ്ങ് ഉറക്കും. അപ്പയ്ക്ക് ഉറക്കം വരുന്നു. കൊച്ചെ എനിക്ക് ഉറക്കം വരുന്നു, അപ്പൊ ഉറങ്ങാം. എനിക്ക് ഉറക്കം വരുന്നില്ല, എനിക്കൊരു 10 കുറച്ച് ലേറ്റ് ആയി ഇറങ്ങിയ പോലെ. ഒത്തിരി ലേറ്റ് അല്ല, കുറച്ചെങ്കിലും. എന്നും പറയും എന്തുവാ അപ്പൊ എന്റെ പ്രായത്തിലുള്ള പിള്ളേർ. ഇപ്പൊ കൊച്ചാണെങ്കിൽ, കൊച്ചല്ല സ്റ്റിൽ കൊച്ചാ, പക്ഷെ എനിക്ക് തോന്നി അത് പറയുമെന്ന്, കൊച്ചെന്ന് പറയുമ്പോ. അല്ല, കുഞ്ഞിപ്പൊ 3, 4, 10 ഒക്കെ വയസ്സൊക്കെ ഞാനോ അത് വിളിക്കുന്ന സമയത്ത് തന്നെ. അങ്ങനെയല്ല, മാറിപ്പോയി. സ്വന്തമായിട്ടാണെങ്കിൽ ഒരു 7:45 ആകുമ്പോഴേക്കും. എന്തൊരു കണക്കാതെ ഇപ്പം ഇവിടെ ബെഡ്റൂംസിലൊക്കെ ആയപ്പോ 7:45 അല്ലെങ്കിൽ 7:45 അല്ലേ? അച്ഛൻ ആ സമയത്തല്ലേ വിളിക്കുന്നേ. വിളിക്കുമ്പോ എണ്ണീക്കും. പിന്നെ പതക്കെ ഇങ്ങനെ ആദ്യം വില്ലയിൽ എത്തുന്ന നമ്മളാ. വില്ലയിലല്ലോ, കഴിക്കാൻ പോകുന്ന നമ്മളാ. ആദ്യം എത്തുന്ന നമ്മളാ. ഇല്ല, ഞാനും അപ്പയും നടന്നു. ഇല്ല, എല്ലാം അല്ല, ഒരു 9 വരെ ഉണ്ടല്ലോ. ശരി, സമ്മതിച്ചു. ആദ്യം എത്തുന്നു ഞങ്ങളോ. അപ്പൊ ആന്റിയൊക്കെ ആരും വന്നില്ലേ. അപ്പൊ എപ്പോഴും അപ്പ പറയാ, ഇല്ല ഞങ്ങൾ ആദ്യം വന്നു. അപ്പൊ അതൊരു ക്രെഡിറ്റ് ആയിട്ട് കാണുന്നു അല്ലേ? എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആൾക്കാർ. അതെ, നിങ്ങൾ ആദ്യം എത്തിയിട്ട് അവിടെ ഫുഡ് ഉണ്ടാവോ? ചില സമയത്ത് കാണത്തില്ല. നമുക്കിന്ന് ഡിന്നറിന് ഏതാ പാട്ട്? ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്. ചന്ദ്രകാന്തം അല്ലേ? ചന്ദ്രകാന്തം എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിത് നോക്കിയത്, അതൊരു ചന്ദ്രകാന്തം ഒരു സ്റ്റോണാണ്, അതിന്റെ 4 കെട്ട് വെച്ച ഒരു വീട്. 4 കെട്ട്, ഓരോ പൊതി, 4 കെട്ട്. 4 ഓളുള്ള വീടോ? അല്ല, 4 ഒരു കെട്ടുള്ള വീട്. 4 കെട്ടുള്ള വീട്, നടുമുറ്റത്തോടു കൂടി. അതാണ്. അതിൽ ചന്ദനപ്പടിയുള്ള ലക്ഷറി. ഈ ചന്ദ്രകാന്തം എന്ന് പറഞ്ഞാലേ അത് ഇംഗ്ലീഷിൽ മൂൺ സ്റ്റോൺ എന്ന് പറയും. ഇന്ന് എന്റെ അപ്പയുടെ അനിയനൊക്കെ വന്നല്ലോ. അപ്പം അനിയന് ഫാമിലി വന്നല്ലോ. അപ്പൊ അപ്പയുടെ അനിയൻ എനിക്ക് അങ്കിൾ എനിക്ക് കാണിച്ചു തന്നു, ഇതാണ് മീനിങ് മൂൺ സ്റ്റോൺ. അപ്പയും പറഞ്ഞു, പക്ഷെ ഗൂഗിളിൽ കാണിച്ചു എനിക്ക്. പാതയം. അയ്യോ, അറിയാമോ? ഇല്ല, പണ്ട് പറഞ്ഞതാന്ന് തോന്നുന്നല്ലേ എന്നോട്. അതെ, പൊതിച്ചോറ്. അതാണ്. അല്ലെങ്കിൽ യാത്രക്കായിട്ട് കരുതി വെക്കുന്ന ഭക്ഷണമാണ് പാഥേയം എന്ന് പറയുന്നത്.
നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു മീനിങ് അല്ലേ അതിന്? ഞാനും ആലോചിച്ചില്ലായിരുന്നു. അപ്പൊ മ്യൂസിക്കാര് മ്യൂസിക് ബോംബെ രവി സർ, ലിറിക്സ് കൈതപ്രം സർ, വർഷം 1993, പാടിയത് ചിത്രം. ഈ ചന്ദ്രകാന്തം ഒരുപാട് പാട്ടുകളുണ്ട്. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, പിന്നെ ദൂരെ കണ്ടു കണ്ടാൽ മനമലിയും ചന്ദ്രകാന്ത കല്ല്. അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. അതെ അതെ അതെ. രണ്ടെണ്ണം ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ച്, ബാക്കി ഞാൻ ആലോചിക്കട്ടെ. അപ്പൊ നന്നായി പറഞ്ഞേ. പാട്ട് പാടുന്ന എനിക്കൊരു ചോദ്യം ചോദിക്കണം. ആ, ചോദിക്ക്. ഏറ്റവും ഭാരമുള്ള ഒരു ഭക്ഷണം ഏതാ? കുസൃതി ചോദ്യമാണ്. മലയാളം ഭക്ഷണമാണോ ഇംഗ്ലീഷ്? അല്ലല്ല, മലയാള ഭക്ഷണം. കൽക്കണ്ടം അല്ലേ? കുസൃതി ചോദ്യം. ഓ, ഭക്ഷണം. സാമ്പാർ. ഭാരം സാമ്പാർ ഏറ്റവും ഭാരമുണ്ട്. സംഭാരം. ഞാൻ സാമ്പാർ എന്ന് പറഞ്ഞപ്പോ അവിടെ ക്ലിക്കായി. സംഭാരം. അല്ല, ഭാരം ഇങ്ങനെ പറഞ്ഞില്ലേ? കുറച്ച് ഭാരമുള്ള സംഭാരം. അതെ, കുറച്ച് ഭാരം അതിൽ പറയുള്ളൂ. അതെ അതെ അതെ. പണ്ടത്തെ ഓർമ്മയുണ്ടല്ലോ, 15 കിലോ 15 1 കിലോ. 1 കിലോ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കണ്ടില്ലേ? പാടിക്കോ മോളെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
വെരി നൈസ്. ജനെ എന്തോ എത്ര പ്രതീക്ഷിക്കുന്നു? അറിയില്ല. പ്രതീക്ഷിക്കുമ്പോ നീ എന്തായാലും കൂടുതൽ പ്രതീക്ഷിച്ചു. ആ ഗസ്സി ജനിക്ക് അറിഞ്ഞോണെങ്കിൽ നമുക്ക് പറഞ്ഞോടാ. 100. 100 പിന്നെ ഞാൻ പിന്നെ ഏറ്റവും കൂടുതലല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ആണോ? എന്നാ ഇനി ശരിക്കും ഗസ് ഒരു വിധത്തിലൊക്കെ നമ്മൾ തള്ളണ്ടേ? 99.5. ചെറിയ ശ്രുതി അവിടെ സസ്റ്റെയിൻസിൽ കുറച്ച് പോയിട്ടുണ്ടോ? അത് ആ ബ്രത്തിന്റെ പ്രോബ്ലം കൊണ്ടാണ്. ആണ് ഒരു സംശയം ഉണ്ടോ? മാധവങ്കൾ ഇല്ലാന്ന് പറഞ്ഞു, നല്ലാന്ന് പറഞ്ഞു ശ്രുതിയൊക്കെ. ഇല്ലേ? അല്ല ശ്രുതി പണ്ടത്തെക്കാളും ഭേദമായി. പണ്ടത്തെക്കാളും ഏതാണ്? അതാണ് ഞാൻ പറഞ്ഞത്. അത് സംശയമില്ലല്ലോ. ഇല്ലല്ലേ? ഇല്ലല്ലോ. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഒരു 1-2 സ്ഥലങ്ങളിൽ ലാൻഡ് അതുകൊണ്ടായിരുന്നല്ലോ. അതൊക്കെ കണ്ണടയ്ക്കാൻ പറ. അതൊക്കെ കണ്ണടയ്ക്കാനോ? കണ്ണടയ്ക്കാം. ഒരു 0.25 കണ്ണടയ്ക്കാം. 0.100 അല്ല പിന്നെ 99. ഇപ്പൊ പറഞ്ഞ 99.5 അല്ലേ? അപ്പൊ 99. അതിൽ നിന്ന് ഒരു 2.25 മാത്രം കുറയ്ക്കാം. 99.25. It is going to be 99.25. Thank you, sir. നമ്മുടെ ജനീനിയ കുട്ടിയാണ് ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ. നേരത്തെ പല്ല് തേക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ അതിന്റെ ഒരു കിറ്റ് തരും നിനക്ക്. ആരെയാ വിളിക്കണ്ടേ? ആരി ചേച്ചിയല്ലേ ഭയങ്കര ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല. മധുസൂദൻ. ആ അതെ നന്നായി. എന്നാ മധു സാറ് വരൂ. അങ്ങോട്ടും ഇങ്ങോട്ടും Yes, you. Fresh before and after bed. That's it. Okay. Believe I Thank you, did it. sir. Thank you, sir. Okay.